ഹായ്, നമ്മുടെ ഷോപ്പ് ഇനോഗ്രേഷൻ ചെയ്ത് സെക്കൻഡ് ഡേ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് ഡ്രസ്സ്. അപ്പോൾ നമ്മളത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ആളുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് നമുക്ക് റിവ്യൂ അറിയാം. ആളാരാണെന്ന് കാണുകയും ചെയ്യാം. വാ, ആൾ നല്ല തിരക്കിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വാ, അപ്പം നമുക്ക് റിവ്യൂ ഒന്ന് നേരിട്ട് ചോദിച്ചേരാം കേട്ടോ. അതെ, സെലിബ്രിറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ ഡോക്ടർ സെറീന ജാസ്മിൻ ആണ്. അപ്പം നമുക്ക് നേരിട്ട് റിവ്യൂ അറിയാം. എന്നെ കണ്ടിട്ടൊരു പരിഷ്കാരി ലുക്ക് ഉണ്ടോ ഗൈസ്? അപ്പോൾ ഞാൻ ആ പരിഷ്കാരിയായിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിരുന്നു. ഞങ്ങൾ അയൽവാസികളാണ്. പക്ഷേ എന്താവും സെലക്ഷൻ ചില ഓൺലൈനിലൊക്കെ കാണുമ്പോൾ അതുപോലെ ആയിരിക്കില്ല പോയി കഴിഞ്ഞാൽ. കാരണം ഓൺലൈനിൽ നമുക്ക് മെറ്റീരിയൽ തൊട്ട് നോക്കാൻ പറ്റില്ല, പല പറ്റിപ്പും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിപ്പോൾ കടയാണല്ലോ, അപ്പോൾ പോയി നോക്കാം. ട്രസ്റ്റ് ഇല്ലായിട്ടൊന്നും അല്ല, എന്നാലും കടയില്ലേന്ന് പറഞ്ഞു. അപ്പം പുതുതായിട്ട് ഇപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞാണ്, 32 ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഞാൻ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒത്തിരി ഒന്നും ട്രയലൊന്നും ചെയ്തില്ല, ഒറ്റ ലുക്കിൽ തന്നെ ഞാൻ ഇട്ടു. അപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്. അപ്പോൾ ഇട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ ഇനി വേറെ ഒന്നും നോക്കണ്ട, ഇതന്നെ ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും 32 ജംഗ്ഷനിലാണ്. അടിപൊളി സെലക്ഷൻസ് ആണ്, ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ പരിഷ്കാരി പോയിട്ട് ഇച്ചിരി പരിഷ്കാരമൊക്കെ നമുക്ക് നല്ലതാണ്. അപ്പോൾ കുറച്ചൊക്കെ പരിഷ്കാരിയായിട്ട് വരാം കേട്ടോ. താങ്ക് യു സോ മച്ച്.